എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പീനട്ട് പുഴുങ്ങിയെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ച പീനട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വരെ വയ്ക്കുക. ഇപ്പോൾ ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. ഇപ്പം ആവിയെല്ലാം മാറി അതൊന്ന് തുറന്ന് എടുക്കാം. ഇനി ഇത് വെള്ളം ഊറ്റി മാറ്റി വയ്ക്കുക. വെള്ളം വാർന്ന് പോയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു നോർമൽ എരിവേ ഉണ്ടാവുകയുള്ളൂ. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി ചേർക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഇട്ടു. ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കിയ കെച്ചപ്പാണ്. ഇതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കെച്ചപ്പ് ഇല്ലെങ്കിൽ ടൊമാറ്റോ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം വാർന്ന പീനട്ട് അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കട്ടൻ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 സ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുത്തു. കട്ടൻ ചായ റെഡിയായി. പീനട്ടിലേക്ക് ഉപ്പും മുളകും നല്ലപോലെ പിടിച്ച് റെഡിയായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കപ്പലണ്ടിയും സവാളയും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ല ഒരു മണവും നല്ല ആയിട്ട് തോന്നുന്നുണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി സ്നാക്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണിത്. വളരെ ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. ഇനി കട്ടൻ ചായയും കപ്പിലേക്ക് ഒഴിച്ച് എടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.